ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ നല്ല പ്രഭാതത്തിങ്കൽ വെളിപ്പാട് പ്രവചന പുസ്തകത്തിലെ അത്ഭുതമേറിയ സാരാംശങ്ങളെ ദർശിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇപ്രകാരം ഒരുമിച്ച് ഈ ഒരു കൂട്ടായ്മയിലായിരിക്കാൻ കൃപയൊരുക്കിയ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എല്ലാ ഇതിൻ്റെ ശ്രോതാക്കളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു പ്രഭാതവും നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഇന്ന് പ്രഭാതത്തിങ്കിൽ ജീവനേക്കാൾ വലുത് എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കാൻ തക്കവണ്ണം പോകുന്നത്. വെളിപ്പാട് പ്രവചന പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിലെ സാക്ഷീകരണമാണ്. യേശു ക്രിസ്തുവിൻ്റെ രൂപത്തെ യോഹന്നാൻ ദർശിച്ചതിനെ ഇവിടെ വർണ്ണിക്കുന്നതായിട്ട് കാണാൻ തക്കവണ്ണം സാധിക്കും. കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സാദൃശ്യവും യേശു ക്രിസ്തുവിൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു എന്ന് യോഹന്നാൻ്റെ സാക്ഷീകരണമാണ്. ഇതിന് സമാനമായ ഒരു ദൃശ്യം നാം പഴയ നിയമത്തിൽ പരിശോധിക്കുമ്പോൾ ദാനിയേൽ ഹിദേക്കൽ എന്ന കടൽക്കരയിൽ ഇരിക്കുമ്പോൾ താൻ തലപൊക്കി നോക്കിയാറെ ഒരു രൂപം അവിടെ ദാനിയേൽ കാണുകയാണ്. മഹാദാർശികനായ ദാനിയേൽ തൻ്റെ മുൻപിൽ കണ്ടതായ ആ മഹാസ്വരൂപത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത് പ്രകാരമായി കാണപ്പെടുന്ന കോൺസെപ്റ്റ്. തല നോക്കിയപ്പോൾ ശണവസ്ത്രം ധരിച്ച് ഓഫോസ് തങ്കം ധരിച്ച് അരയിൽ അല്ലെങ്കിൽ കച്ച കെട്ടിയും ഇരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. താൻ കണ്ടതായ ആ ദിവ്യമായ രൂപത്തിൻ്റെ ശരീരത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ ആ ദേഹം ഗോമേതകം പോലെയും ഓഫോസ് തങ്കം കൊണ്ടുള്ള കച്ചകെട്ടിയും മുഖം മിന്നൽ പോലെ പ്രകാശിക്കുന്ന പോലെയും കണ്ണ് തീപ്പന്തം പോലെയും ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിൻ്റെ സ്വർണം പോലെയും അവൻ്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിൻ്റെ ആരവം പോലെയും ആയിരുന്നു എന്ന് അവിടെ ദാനിയേൽ 10-ാം അധ്യായം അതിന് 5-ഉം 6-ഉം വാക്യത്തിൽ അവിടെ ദാനിയേൽ സാക്ഷീകരിക്കുകയാണ്. ആ ഒരു തൻ്റെ മുമ്പിൽ പ്രത്യക്ഷമായ അനുഭവത്തെ വാചാലതയോടെ ദാനിയേൽ വർണ്ണിക്കുന്നതിനനുബന്ധമായി തന്നെ വെളിപ്പാട് പ്രവചന പുസ്തകത്തിലും ആ ദൃശ്യം യോഹന്നാൻ കാണുകയാണ്. തന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ആ മനോഹരമായ നിലവിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടിയ കർത്താവായ യേശു ക്രിസ്തുവിനെ യോഹന്നാൻ കണ്ടതിന് സമാനമായ ഒരു കാഴ്ച ആ പഴയ നിയമത്തെങ്കിൽ അവിടെ ദാനിയേലും കാണുന്നതിന് കാണാൻ തക്കൊണ്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ സാഹിത്യത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചും ആ പ്രതീകാത്മകമായ അലങ്കാര ഭംഗിയും കൊണ്ടും സമ്പന്നമായിട്ടാണ് വെളിപ്പാട് പ്രവചന പുസ്തകത്തെ അവിടെ നമുക്ക് കാണാൻ തക്കൊണ്ട് സാധിക്കും. അപ്പോൾ ഇവിടെ യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഗ്രീക്ക് പദമാണ്. ചാൽക്കോലിബറോസ് എന്നുള്ളതായ ഒരു പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. കാരണം അത് ചെമ്പ്, വെള്ളി, സ്വർണം കൊണ്ട് ഉപയോഗിക്കുന്നതായ നിർമ്മിച്ച കൊരിന്ത്യൻ പിച്ചള എന്ന ലോഹത്തെ പരാമർശിക്കുന്നതായിട്ടും അവിടെ അഭിപ്രായപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ തിരുവെഴുത്തുകളിൽ ഈ പാദത്തെക്കുറിച്ച് യേശു ക്രിസ്തുവിൻ്റെ പാദത്തെക്കുറിച്ച് അവിടെ പരാമർശിച്ചുകൊണ്ട് കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം എന്ന് യോഹന്നാൻ ഇവിടെ സാക്ഷീകരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അനുഭവം നാം പരിശോധിക്കുമ്പോൾ അഗ്നിയിലൂടെയും കഷ്ടതയിലൂടെയും ശുദ്ധീകരിക്കേണ്ട ഒരു അനുഭവത്തെക്കുറിച്ച് ഈ സഭകളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ തുധൈര എന്ന സഭയെക്കുറിച്ച് അവിടെ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ യെഹെസ്കേലിൻ്റെ പ്രവചന പുസ്തകം വായിക്കുമ്പോൾ അതിൽ 43-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പരാമർശിക്കണം. അപ്പോൾ ഇസ്രായേലിലെ ദൈവത്തിൻ്റെ തേജസ് കിഴക്ക് വഴിയായി വന്നു, അവൻ്റെ മുഴക്കം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു, ഭൂമി അവൻ്റെ തേജസ് കൊണ്ട് പ്രകാശിച്ചു എന്ന് അവിടെ യെഹെസ്കേല് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു അനുഭവത്തെക്കുറിച്ച് അവിടെ സാക്ഷീകരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ അപാരത അത് എപ്രകാരമാണ്, അത് ആ സ്ഫുടം ചെയ്തെടുത്ത ആ ശബ്ദത്തിൻ്റെ മുഴക്കത്തെക്കുറിച്ച് ഇവിടെ ദൈവത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് ഇവിടെ വെളിപ്പെടുത്തുന്നു. അപ്പോൾ ഈ അനുഭവം നാം പരിശോധിക്കുമ്പോൾ മരിച്ചവരെ ജീവങ്കിലേക്ക് കൊണ്ടുവരികയും പിന്നെ നാം പരിശോധിക്കും ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ജീവനില്ലാത്ത പൊടിയിലേക്ക് ജീവൻ ശ്വസിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവത്തെക്കുറിച്ചും അവിടെ പറയപ്പെടുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉരുവാക്കപ്പെടുകയും എന്നാൽ അതേ മർത്യ ശരീരം എന്ത് ചെയ്യുന്നു, പാപത്തിന് ശേഷം മണ്ണിലേക്ക് അമർന്നിരുന്ന ഈ ശരീരത്തെ തൻ്റെ ശബ്ദം കൊണ്ട് അവയെ വീണ്ടും മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്ന് അരുളി ചെയ്യുന്നതായ സ്ഫുടം ചെയ്തെടുത്ത ശബ്ദത്തിൻ്റെ മാധുര്യം അത് നാം ഇവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഇവിടെ ലോകത്തെ ജയിക്കുമെന്ന ക്രിസ്തുവിൻ്റെ ആ ഒരു അനുഭവത്തെക്കുറിച്ച് പരാമർശിക്കും. അപ്പോൾ ജീവനത്തെക്കാളും വലുതായ ഒരു അനുഭവത്തെ നാം പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. 2026 എന്ന ഈ പുതിയ വർഷത്തെങ്കിലേക്ക് നാം പ്രവേശിച്ചിരിക്കുമ്പോൾ ഒരു വലിയ ദൗത്യം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സുവിശേഷത്തിൻ്റെ ബാഹുല്യം അത് നാം പ്രത്യാശയോടെ കൈവരിച്ച് അനേകരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുവാൻ, ആ ഒരു പ്രത്യാശ നാമും കൈവരിക്കുവാൻ സർവ്വവല്ലഭനായ ദൈവം സകലവിധ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നല്ലൊരു പ്രഭാതം നിങ്ങൾക്ക് ആശംസിക്കുന്നു. വലിയവനായ ദൈവം നമ്മെ ഏവരെയും തൻ്റെ വരവനായി ഒരുക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.
സ്നേഹവാനായി നല്ല ദൈവമേ, നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഇപ്രകാരം പ്രത്യാശയേറുന്ന ഒരു പ്രഭാതം കൂടി അവിടെ നിങ്ങൾക്ക് നൽകി. കർത്താവ്, തേജോമയനായ കർത്താവ് അതിവേഗം പ്രത്യക്ഷപ്പെടാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. ആ വലിയ അനുഭവത്തെങ്കിൽ ഞങ്ങളേവരും കാണപ്പെടുവാൻ ഇന്നത്തെ ഈ പ്രഭാത ജാഗരണം ഞങ്ങളെ ഒരുക്കണം. ഒരു വലിയ രക്ഷ ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നതിനായി സ്തോത്രം. സർവ്വനന്മകളാൽ ഞങ്ങളെ ഒരുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമേറിയ നാമത്തിൽ തന്നെ ആമേൻ.